രാജു സാറ്, വേദിയിലുള്ള പ്രമുഖ വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു കാരണവരോട് ഇരിക്കുന്ന നീല കവാട്ട്. ഞാൻ ആദ്യം വന്നു പോയ ഒരാളാണ്. തുടങ്ങാൻ വൈകിയപ്പോൾ എനിക്ക് വേറെ അത്യാവശ്യം പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് വൈകി എത്തിയതില്ല. ഗോപാലകൃഷ്ണൻ ഞാൻ ഒന്നിച്ച് പഠിച്ച ആളാണ് ഒരു ക്ലാസ്സിൽ അടുത്തെത്തി. അപ്പോൾ എൻ്റെ ഒരു സഹപാഠിയാണ്. ഇൻഷുറൻസിൻ്റെ വിജയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പറയാറുണ്ട്. നമ്മുടെ ടെലിവിഷൻ അറിയുന്ന കാലമാണ്. എനിക്കൊക്കെ ഒരു 20-25 വയസ്സുള്ള കാലത്താണ് ടെലിവിഷൻ ഒരു 60 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ആ കാലത്ത് എൻ്റെ ഒരു ചെരുവിട്ട് ഞങ്ങളുടെ ഒരു കെട്ടിടോട് ചെറുട്ട് കവലയിൽ ടെലിവിഷൻ കൊണ്ടുവന്ന് ഫിലിം വാടകയ്ക്ക് സിനിമ പ്രദർശിപ്പിച്ചു. ഞാനൊക്കെ കറക്റ്റ് വേറെ ഓർമ്മ എനിക്കറിയില്ല. ആ കാലഘട്ടം അപ്പോൾ നല്ല 85 മുമ്പായിരുന്നു. ഇപ്പോൾ NICക്ക് 40 85 അപ്പൊ 85 മുമ്പ് ആ കാലത്ത് ചെറുകുട്ടികളുടെ സിനിമ കാണിക്കാൻ വേണ്ടി ഇന്നലേക്കാർക്ക് ഓർക്കേണ്ടതാണ്. നമ്മളൊക്കെ സിനിമ തിയേറ്ററിൽ കോതകുളം മാത്രമേ പോകും. ഞായറാഴ്ച ദിവസം സിനിമയുള്ളൂ എന്ന്. അപ്പൊ എളുപ്പത്തിൽ വീട്ടിലുള്ളവർക്കെല്ലാം വന്ന് കാണാൻ സൗകര്യം, വലിയ പൈസ ഇല്ലാതെ ഒരു ഘട്ടത്തിന്റെ അക്ഷയറിൽ സിനിമാ പ്രദർശനം. അന്നൊക്കെ ഈ ഇതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. നമ്മൾ ആ ചിന്തിക്കാത്തൊരു കാര്യം എങ്ങനെ തോന്നാനായിട്ട് സാധിച്ചു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ച് ജീവിച്ച ആൾക്കാരാണെങ്കിലും ഈ ആളുകളെ ഒരു തരത്തിൽ രസിപ്പിക്കുകയും ചെയ്യണം. അതോടൊപ്പം സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കണമല്ലോ. ആർക്കും ഇഷ്ടക്കാരില്ലാതെ വരുമാനം വർദ്ധിപ്പിക്കുക. നമുക്ക് പോകത്തിനുള്ള വണ്ടികളുടെ പൈസ കൊടുത്താൽ സിനിമയാണ് ചെറുട്ടൂര്. ആ സ്ഥിതി തുടങ്ങിയ ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അടുപ്പത്തിൽ കൂടിയില്ല. എന്നിട്ട് ഇൻഷുറൻസ് ചെയ്യാൻ പറയാൻ ചേരാറില്ല. കാരണം മുസ്ലിങ്ങൾക്ക് പൊതുവൊരു ഹറാമാണെന്ന രീതിയിലാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് ആ കാലത്തൊക്കെ. ഇപ്പോൾ മുസ്ലിങ്ങളായ ആൾക്കറിയാം ഈ കയറ് ഷർട്ട് അന്നാരമാക്കുന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പ്രധാന കാര്യമാണ്. എന്നുവെച്ചാൽ നന്മയും തിന്മയും അള്ളാഹ് തീരുമാനിക്കും, ദൈവം തീരുമാനിക്കും. പിന്നെ സിനിമ തീരുമാനിച്ച് അപകടം പറ്റുന്നതൊക്കെ ചെയ്ത് മരിച്ചിട്ട് പിന്നെ കുറെ കാശ് കിട്ടുന്ന കാര്യം എന്നുള്ള തരത്തിലേക്ക് മാറി നിന്നയാളാണ്. 89 വിദേശത്ത് പോകും. വിദേശത്ത് നിന്ന് ഞാൻ പഠിച്ചപ്പോഴാണ് അറിയണേ അത് സൗദി അറേബ്യയാണ്. ഇൻഷുറൻസില്ലാത്ത ഏർപ്പാടില്ല. എല്ലാ ആവശ്യവും ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും ശരി, ഞാൻ തെറ്റ്. അപ്പൊ നമ്മളിവിടെ കേട്ടതല്ല ശരി, മറ്റൊന്നാണ്. അപ്പൊ എന്താ ഫോട്ടോ എടുക്കാൻ പാടാന്നുള്ള കാലത്താണ് പോയത്. പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ പോയിപ്പോ മുസ്ലിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല, വീട്ടിൽ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നൊക്കെയാണ്. അപ്പൊ ആ കാലമൊക്കെ പോയി എല്ലാവരും. അപ്പൊ ഈ പറയുന്ന വലിയ വലിയ ഉത്സാഹമാരായ ആളുകൾ ഇങ്ങനെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് ബോർഡ് എടുക്കലും നോട്ടീസൊക്കെ വന്ന് നമ്മൾ കണ്ടതല്ല. ഓരോ കാലത്ത് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ നിഷിദ്ധമാണെന്ന് പറഞ്ഞ കാലത്ത് ഫോട്ടോ എടുക്കുന്നത് പോലെ ശരിയല്ലാത്ത കാലത്താണ് ഇൻഷുറൻസ് മുസ്ലിങ്ങൾക്ക് എടുക്കാവോ പാടില്ല. പക്ഷേ അതിന് സൗദി അറേബ്യ ചെന്നതിന്റെ അനുഭവങ്ങൾ നോക്കിയപ്പോൾ അതല്ല, ഭയങ്കര വ്യത്യാസമാണ്. പിന്നീട് ഗോവാലകൃഷ്ണൻ ബന്ധപ്പെട്ടു. അപ്പൊ എനിക്ക് ഇടയെ വാങ്ങി ജയിച്ചു. അപ്പൊ അതൊരു കാര്യമില്ല. ഒരു +2 കഴിയുന്ന കണക്കിട്ടൊരു സ്കീം എടുക്കാം. അപ്പൊ ഇത് കഴിയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനോട് പൈസ വേണമല്ലോ. ചേർന്നു, ആ പൈസ കിട്ടി. ആ പൈസ കൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ എനിക്ക് തോന്നുന്നൊരു വലിയ തുകയുള്ള ചെലവല്ലായിരുന്നു. വലിയ തുക ചെലവുള്ളതല്ലായിരുന്നു. CA ചാർട്ടേഡ് അക്കൗണ്ട്സിലേക്കാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് വലിയ തുക ചെലവില്ല. പക്ഷെ എനിക്ക് ആദ്യ ഘട്ടത്തിൽ മുഴുവൻ തുകയും അതിൽ നിന്ന് കിട്ടി. സ്വന്തമായിട്ടൊരു പൈസ അതിന് വേണ്ടിയിട്ട് എനിക്ക് മാറ്റി എനിക്കൊരു അനുഭവം പറഞ്ഞത്. അപ്പൊ മാറി ഒരാൾ അതിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഗോവാലകൃഷ്ണനെ സംബന്ധിച്ച് ഞാൻ ഗൾഫിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധിയായി തുടങ്ങി 2000 പോരാ. എൻ്റെ ഒരു കൂടെയുള്ള സുഹൃത്ത് ഒരു സഹാവുന്നതിനെ പറയാം, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അപ്പോൾ വരുമാനമില്ല സഹാവിന്. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു, ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് പറഞ്ഞു എനിക്ക് ഇൻഷുറൻസിന്റെ ഏജൻസി കിട്ടും, ഒരു സൈഡ് വരുമാനം വേണം, ഏതെങ്കിലും കുറച്ച് പേരെ പറയാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യ വീട്ടിലുള്ളവരൊക്കെ ഗൾഫിലാക്കാറ്, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ അവിടെ പറഞ്ഞു. അദ്ദേഹം വിളിക്കുന്നില്ല, പറയുന്നില്ല ഒരു ദിവസത്തേക്ക്. പിന്നെ വിളിച്ച് എന്റെ അന്വേഷിച്ചിട്ട് പറയാണ് ഇനി എന്തിനാണ് പറഞ്ഞോട്ടെ, എനിക്ക് എന്താ പറ്റിയ സംഭവം എന്താ? അവരാരും ചെയ്യുന്നത് ഗോവാലകൃഷ്ണൻ ചെയ്യുന്നതാണ്. അതെന്താ അവിടെ 2-3 പേര് ചേർന്ന ഒരു അനുഭവം അതാണ്. അങ്ങനെ പറയാൻ കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉപ്പ പറഞ്ഞു വന്നിട്ട് കാര്യം അത് പറഞ്ഞേ എന്റെ ചേട്ടാ ഗ്യാസ് ഇല്ലാന്ന് ഗ്യാസ് എത്തിച്ചേരുന്നു. ഈ ചക്കടനാണില്ലാന്ന് പറയാൻ എന്തിനാളെ പറഞ്ഞു ചക്കടാന്ന് പറഞ്ഞു എന്ത് കാര്യം ചെയ്തു വീട്ടിലേക്കാണ്. അങ്ങനെ എനിക്ക് ആലങ്ങാടുള്ള ആൾ ചെയ്തു തരുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് ഇപ്പൊ അളിയന്റെ പേരുണ്ടെങ്കിൽ ആരുടെ പേരിലായാലും ഞാൻ എനിക്ക് ഗോവാലകൃഷ്ണന്റെ എടുത്തല്ല ചെയ്തിട്ടാണ് എനിക്കൊരു അനുഭവം. ചില കാര്യങ്ങൾ പറഞ്ഞോളിയാ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തില് ഇപ്പൊ സംസാരിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പ്രിൻസിപ്പൽ സംസാരിച്ചതുപോലെ തന്നെ ഏതൊരാളെയും ആകർഷിക്കുക ചെറിയ കാര്യമല്ല. എനിക്കൊന്നും കഴിയുന്ന കാര്യമല്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക എനിക്കും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇദ്ദേഹത്തിനും കഴിയും. എല്ലാവരും ആകർഷിക്കാൻ കഴിയുക, എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക. അതെങ്ങനെ കഴിയും? രാഷ്ട്രീയമായി ഞങ്ങൾ 2 ധ്രുവത്തിൽ നിൽക്കുന്നവരല്ല. വ്യക്തിപരമായി 2 ധ്രുവമാണ്, 2 രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. ഇപ്പോഴും എനിക്കറിയാം. പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു വരും. അതെങ്ങനെ നിലനിർത്തി കൊടുക്കാൻ കഴിയുന്നത് പഠിക്കപ്പെടാണ്.
ശരിക്കും ഒരു ഇതാണ്. ഇത്രയേറെ ഉന്നതി നേടിയിട്ടും ഇപ്പോഴും സാധാരണക്കാരെ വിളിച്ച് ഇത്തരം കാര്യം ചെയ്യുക. അത് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇൻഷുറൻസ് സെക്രട്ടറി എനിക്കൊന്നും 300,000 അടിസ്ഥാനം ഇല്ലേ? എത്ര ഉണ്ടാവും? 130 പേരുണ്ട്. ഈ 130 പേര് 129 പേർക്ക് ഓർമ്മിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലേക്ക് ഒരു മീറ്റ് നടത്തി അദ്ദേഹത്തിന്റെ ആളുകളൊക്കെ വിളിച്ചൊന്ന് ആദരിക്കുക, അല്ലെങ്കിൽ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അവരൊക്കെ ഒന്നിച്ച് കാണാൻ അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ 129 പേര് ചെയ്തിട്ടുണ്ടാവില്ല. അതിന് വ്യത്യസ്തനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചേർന്നവർ മാത്രമല്ല, ചേരുന്നവരും കുടുംബാംഗങ്ങൾ എല്ലാം ചേർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണന് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലോകത്തിന്റെ പല രാജ്യങ്ങളൊക്കെ പോയി, ഇനി പോകാത്ത രാജ്യങ്ങൾ കുറെ ഉണ്ട്. അവിടെ എല്ലാം പോകാനും നമ്മുടെ നാട്ടിൽ നിന്ന് പരമാവധി ഉന്നതിയിലേക്ക് വരാനുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചു അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.